നമ്മുടെ പ്രൈം ആൻഡ് ഒറിജിനൽ കോമ്പറ്റീഷൻ ഞാൻ തന്നെയാണ്. ഇന്ന് 100 MCQ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ 110 MCQ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ മതി, അത് മാത്രം ചിന്തിച്ചാൽ തീർച്ചയായിട്ടും. ഒരു നാൾ നമ്മുടെ പേര് കേൾക്കുമ്പോൾ കുറച്ച് പേര് അറിയണം എന്നൊരു ആഗ്രഹം. ഇപ്പോ നാഷൻ മൊത്തം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൗരവ് ആരാണെന്നുള്ളതാണ് എല്ലാവരുടെയും ക്വസ്റ്റ്യൻ. ട്രാജഡി തന്നെയാണ്. ആ സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ തകർന്ന ഒരു സമയമാണ്. അവിടെ എത്തുമ്പോഴാണ് എനിക്ക് എന്റെ ജീവിതം അവിടെ വേറൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അറിയണേ. ഭാട്ടിയക്കാരെ കോൺടാക്ട് ചെയ്തു, എങ്ങനെ ഒന്ന് റെഡിയാക്കി തരണം. നമ്മളൊരു ഇൻസ്പയറിംഗ് ജേർണി നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടുള്ളത്. നമ്മൾ റീസെന്റ് നടന്ന ഇനിസെറ്റ് നവംബർ എക്സാമിൽ നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സൗരവാണ്. റാങ്ക് 4 ഓൾ ഇന്ത്യ റാങ്ക് 4 നേടി നമ്മുടെ നാഷന്റെ തന്നെ പ്രൗഡായി മാറിയിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ പ്രൗഡായി മാറിയിട്ടുള്ള ഡോക്ടർ സൗരവ് നമ്മുടെ കൂടെ ഉണ്ട്. ആക്ച്വലി വളരെ എന്താ പറയാ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ജേർണി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സ്റ്റുഡന്റ് ആണ് സൗരവ് എന്നുള്ളത്. എങ്ങനെയായിരുന്നു നീറ്റ് MDS അല്ലെങ്കിൽ ഇനിസെറ്റ് എന്നുള്ള പ്രിപ്പറേഷൻസ്, ഇനീഷ്യലി ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പറ്റും? സർ, ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയത് 2023 സർ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്റേൺഷിപ്പ് ടൈമിൽ ഐ ഹാഡ് ജസ്റ്റ് സ്റ്റാർട്ടഡ് എൻ്റെ ആ ഒരു ഞാൻ ഇനീഷ്യലി അതെ ആ ഒരു ഇന്റേൺഷിപ്പ് പീരീഡിൽ ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ട്രൈ കൊടുത്തു നോക്കാൻ നീറ്റ് 2023 എഴുതി. അന്ന് എനിക്ക് 6800 ആയിരുന്നു എന്റെ ഓൾ ഇന്ത്യ റാങ്ക്. അന്ന് ആ ഒരു റേഞ്ചിലേക്ക് എത്തി. അപ്പൊ എനിക്ക് തോന്നി ഓക്കെ, ഇത് നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത് സമയത്ത് അന്ന് ഒന്നും ജസ്റ്റ് ആ ഒരു MCQ മാത്രം സോൾവ് ചെയ്തിട്ട് കയറി. അന്ന് നമുക്ക് അതിന് കുറച്ചൊരു വലിയ വിവരം ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഗൈഡ് തരണം ആരും അങ്ങനത്തെ ഒരു കറക്റ്റ് ഒരു മെന്റർ നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ശരി നമുക്ക് എല്ലാം ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് അങ്ങനെ തുടങ്ങാൻ. ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങിയത് സാർ. എവിടെയാണ് UG പ്രിപ്പറേഷൻ, ഐ മീൻ പഠിത്തത് എവിടെയാണ്, BDS എവിടെയാണ് ചെയ്തത്? സർ, ഞാൻ UG അമൃത സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രി എറണാകുളത്താണ് ചെയ്തത് സർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന്, അപ്പോൾ എൻ്റെ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അന്നില്ലെങ്കിൽ ക്ലിനിക്ക് പോയിട്ട് നമ്മുടെ ബാക്കിയുള്ള ടൈം ഇതിന് ഡിവോട്ട് ചെയ്യലും, അല്ലെങ്കിൽ 24 hours നമ്മുടെ ഫുൾ ഇതിന് വേണ്ടി ഡിവോട്ട് ചെയ്യും. അപ്പോൾ ഐ പ്രിഫേർഡ് ദി സെക്കൻഡ് ഓപ്ഷൻ. ബിക്കോസ് നമ്മൾ എന്തായാലും ഒരു വർഷം കൊടുക്കുമ്പോൾ നമുക്ക് അതിന് അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ടാവും. കാരണം ഹൗസ് സയൻസിൽ ഒന്നും ചെയ്യാൻ റാങ്ക് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ പറഞ്ഞ ഐ വാസ് ലുക്കിംഗ് ഫോർ എ പെർഫെക്റ്റ് പാർട്ട്ണർ. നമ്മളെ ആ ഒരു ഇത് ജേർണി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബിറ്റ് ടഫ് ഇനീഷ്യലി. കാരണം നമ്മുടെ കൂടെ ആരും ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലോൺലിനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആ ഒരു കറക്റ്റ് ഒരു പാർട്ട്ണർ തപ്പാൻ നോക്കുമ്പോഴാണ് ഐ ലാൻഡഡ് അപ്പോൺ ടു DBMC. ഞാൻ ചോദിക്കാനുള്ള കാര്യം, ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവൈലബിൾ ആയിട്ടുണ്ടാവും. എന്തുകൊണ്ട് ഭാട്ടിയ എന്നുള്ളത് സ്പെസിഫിക്കലി ചൂസ് ചെയ്യാനുള്ള കാരണം? ഞാൻ എന്റെ സ്പെസിഫിക് കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പോക്കറ്റ് ഫ്രണ്ട്ലിനെസ് ആണ്. കാരണം ഞാൻ ബാക്കി ആ സമയത്ത് എല്ലാ ഓപ്ഷൻസ് തപ്പി നോക്കുമ്പോൾ എല്ലാം ഒരു 30K 40K റേഞ്ചിലൊക്കെ ആയിരുന്നു നമ്മുടെ ഇത് പോകുന്നത്. ഇത്രയും റിസോഴ്സസ് കൊടുക്കുന്ന ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള തീർച്ചയായിട്ടും സർ. കാരണം ബാക്കി എല്ലാവരുടെയും എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നത്, ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിൽ എന്റെ കയ്യിൽ നിന്നുള്ള ആ ഒരു ലിമിറ്റഡ് എമൗണ്ട് ഇത് വരും. അതെ, നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങണം. അപ്പൊ ഇനിയും അങ്ങോട്ട്, കാരണം ഞാൻ പഠിച്ചത് പ്രൈവറ്റ് കോളേജിലായതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള പ്രിപ്പറേഷനിൽ എനിക്ക് അമ്മയച്ഛനെ അധികം ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പെർഫെക്റ്റ് ഒരു പാക്ക് വിച്ച് ഇൻക്ലൂഡഡ് ഓൾ ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആയാലും നമ്മുടെ കറക്റ്റ് ഓൺലൈൻ ക്ലാസ്സസ് ആയാലും എല്ലാം നമുക്ക് ഓഫർ ചെയ്യേണ്ടത്. കാരണം ഞാൻ ഇവരുടെ യൂട്യൂബ് ഫ്രീ ക്ലാസ്സസ് അവിടെ നിന്നാണ് എനിക്ക് ഐഡിയ കിട്ടിയേക്ക്. ഓക്കെ, ഇവരുടെ ക്ലാസ്സസ് അവരുടെ ഫാക്കൽറ്റീസ് ആയാലും എല്ലാം ടോപ്പ് നോച്ച് ആൾക്കാരാണ്. പിന്നെ എനിക്ക് ഉണ്ടായിരുന്നു ഓക്കെ വിത്ത് ഇനീഷ്യൽ റേഞ്ച് 20K 30K ആയിരിക്കും അവർ ചോദിക്കേണ്ടത്. പിന്നെ ഞാൻ അപ്രോച്ച് ഐ വാസ് ഷോക്ക് ടു സീ യു ഒരു നമുക്കൊരു 10K ഉള്ളിൽ തന്നെ യു ആർ ഏബിൾ ടു അഫോർഡ് സച്ച് എ ഗുഡ് ക്വാളിറ്റി ലെക്ചേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി അതായിരുന്നു ഫസ്റ്റ് ഇത്. പിന്നെ ആസ് ഐ കണ്ടിന്യൂഡ് മൈ ജേർണി എനിക്ക് കറക്റ്റ് ഈ പറഞ്ഞ മാതിരി നമുക്ക് ഭാട്ടിയിൽ എനിക്ക് വൺ ഓഫ് ദി മോസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയ ഒരു സാധനമാണ് കി ദർ ആർ പേഴ്സൺസ് ടു ഗൈഡ് യു. മെന്റർഷിപ്പ് പ്രോഗ്രാം ഒക്കെ ഉള്ളത്. കാരണം നമുക്കൊരു ഐഡിയ ഇല്ല ഇതിൽ എങ്ങോട്ടാ എങ്ങനെയാണ് നമ്മൾ പുതിയൊരു ഏരിയയിലോട്ട് യൂണിവേഴ്സിറ്റിക്ക് പ്രിപ്പയർ ചെയ്യാന്ന് MDS എന്നുള്ളത് ഡിഫറെന്റ് ഗെയിം ആണ്, ഡിഫറെന്റ് പാറ്റേൺ. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ടാവാന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട്. അപ്പൊ അങ്ങനെ ആ ഒരു തുടങ്ങിയ സംഭവത്തിൽ നിന്ന് പിന്നെ ഇവരുടെ കൊടുക്കുന്ന GTs ആണെങ്കിലും എല്ലാം ഒരു പെർഫെക്റ്റ് നമ്മൾ ആ ഒരു സ്പെസിഫിക് ആ ഒരു എക്സാമിന് വേണ്ടി ട്രെയിൻ ചെയ്യണം. നമ്മുടെ മൈൻഡിനെ അമ്മാതിരി ഷാർപ്പാക്കി വെക്കേണ്ട ഒരു സാധനമാണ് സർ. അപ്പൊ അങ്ങനെയാണ് ഈ DBMC എന്നൊരു പ്രസ്ഥാനത്തിലേക്ക് കയറി ചെല്ലണത്.
പിന്നെ എങ്ങനെ പ്രിപ്പറേഷൻസിനെ കുറിച്ച് പറയാം? ഇനീഷ്യൽ ഫേസ് എങ്ങനെയായിരുന്നു? നീറ്റ് MDS 2024 ആണ് ടാർഗറ്റ് ചെയ്തത്. എനിക്കറിയാം നീറ്റ് MDSൽ നല്ലൊരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്, അതിന് ശേഷമാണ് കയറി വരുന്നത്. ആ ഒരു കാര്യം എങ്ങനെയായിരുന്നു? ആക്ച്വലി ഞാൻ നീറ്റിൽ എന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു വെച്ചാൽ ഞാൻ കൂടുതൽ MCQ ആണ് സോൾവ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എൻ്റെ ഉണ്ടായ ക്വസ്റ്റ്യൻ ബാങ്ക് ആയാലും നമുക്ക് DBMC ഈ ഗുരുകുൽ ആപ്പിൽ നിന്ന് വരുന്ന ആ കൺസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ. യു വോണ്ട് ബി ഏബിൾ ടു കംപ്ലീറ്റ് 100% ഓഫ് ദ ക്വസ്റ്റ്യൻസ്, ബട്ട് സ്റ്റിൽ ഇത് അങ്ങനത്തെ ഒരു ഗെയിമാണ്. 100% പഠിച്ചു പോയി എക്സാം നടക്കില്ല പ്രിപ്പറേഷൻ അല്ല. ബാക്കി കുറച്ചും കൂടി സ്മാർട്ട് വർക്ക് യൂസ് ചെയ്യേണ്ട, നമ്മൾ ആ ഒരു എക്സ്ക്ലൂസീവ് ആ ഒരു സാധനം മാത്രം നമ്മൾ തപ്പേണ്ടത്. ഇത് ഓഡിയൻസ് തീർച്ചയായിട്ടും കേൾക്കേണ്ടതാണ്. നമ്മൾ 100% പഠിച്ച് എക്സാം എഴുതുന്ന ഒരു ഗെയിം അല്ല. നമ്മളൊരു ഏരിയ പ്രിപ്പയർ ചെയ്ത് അതിന്റെ ഒരു ബാക്കി നമ്മൾ കുറച്ചും കൂടി സ്മാർട്ട് വർക്ക് ആയിട്ട് മൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ് ഓഡിയൻസ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ അത് കഴിഞ്ഞിട്ട് സർ ഈ പറഞ്ഞ മാതിരി അപ്പോൾ എൻ്റെ ഒരു ദിവസം ഞാൻ തുടങ്ങുന്നത് ഒരു 5:30 എനിക്ക് കഴിഞ്ഞിട്ട് ഇതൊരു 3-4 months ബിഫോർ മൈ എക്സാം ആണ്. ലാസ്റ്റ് ഒരു സ്ട്രെച്ച് ആണ്. കാരണം ഇനീഷ്യലി എല്ലാവരും ഒരു 8 to ഇനീഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് കോഴ്സ് നമുക്ക് ഒരു 12 hours എല്ലാ ഫാക്കൽറ്റി പറയുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ലൈവ് ക്ലാസ് കണ്ട് നോട്ട്സ് എഴുതി മൂവ് ചെയ്യുന്ന രീതിയിൽ പോയിട്ടുണ്ടാവും. പിന്നെ ലാസ്റ്റ് ഒരു റിവിഷൻ ടൈം ഒക്കെ എത്തിയപ്പോൾ എങ്ങനെയാണ്? അങ്ങനെ ഞാൻ തുടങ്ങുന്നത് 5:30 തുടങ്ങിയിട്ട് ഒരു 5 minute പ്രയർ. കാരണം നമ്മൾ ആ ഒരു ടൈമിൽ ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ് ആണ്. അപ്പൊ ഞാൻ ദൈവത്തിനെ വിളിച്ചു, എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാൻ ചെയ്യും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ എനിക്ക് എന്ത് റാങ്ക് കിട്ടണോ, എക്സാം എങ്ങനെയാണോ, ടഫ് ആണോ, ഈസി ആണോ, അതെല്ലാം നിങ്ങളുടെ എല്ലാതും. അത് നമ്മൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ആദ്യം തന്നെ പേടിച്ചിട്ട് ഒരു കാര്യം. എക്സാം എൻഡ് ചെയ്യുമ്പോഴാണ് ഇതിനൊക്കെ റിസൾട്ട് ഉള്ളത്. പക്ഷെ അതിന് മുമ്പ് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ അത് മാക്സിമം ചെയ്യാന്ന് പണ്ട് പറയായിരുന്നു, താൻ പാതിയും ദൈവം പാതിയുമാണ്. അപ്പൊ ആ ഒരു സൈക്കോളജിയാണ് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്തത്. എന്റെ പാതി ഞാൻ ചെയ്യും, ബാക്കി പാതി ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പൊ അങ്ങനെ അത് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുടങ്ങുന്ന റിവിഷൻ വെച്ചിട്ടാണ് സാർ. കാരണം ഇനീഷ്യൽ ടൈമിൽ വാട്ട് ഐ ഫീൽ ദാറ്റ് നമ്മൾ ആ രാവിലെ ഉറക്കത്തിന് എനിക്ക് കഴിയുമ്പോൾ അവർ ബ്രെയിൻ ഈസ് മച്ച് മോർ ഷാർപ്പർ. അപ്പോൾ ഞാൻ ഇന്നലെ ചെയ്ത തെറ്റുകൾ ഐ വുഡ് റിവൈസ് ഇൻ ദി മോർണിംഗ് സോ ദാറ്റ് ആ തെറ്റുകൾ വീണ്ടും നമ്മൾ ആവർത്തിക്കില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8 to 8:30 ഐ വുഡ് അഗൈൻ സിറ്റ് ബൈ സോൾവിങ് MCQs. GT ആണെങ്കിലും അപ്പോൾ അതിന്റെ ബിഹൈൻഡ് സൈക്കോളജി എന്തായിരുന്നു പറഞ്ഞത് സാർ, നമ്മൾ ആക്ച്വൽ എക്സാം നമ്മൾ കൊടുക്കുന്നത് 9 to 12 അപ്പോൾ പൊതുവേ നമ്മളൊക്കെ വിചാരിക്കും അയ്യോ GT കൊടുത്ത റാങ്ക് എന്താവും, നമുക്ക് ഭയങ്കര വിഷമമാവും. അല്ല, GTന്റെ കാര്യം പറയുമ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ഇപ്പൊ ഞാൻ ഫുള്ള് പഠിച്ചിട്ട് GT എഴുതുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ GT എഴുതുള്ളൂ, കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അങ്ങനത്തെ സ്റ്റുഡൻസിനോട് എന്താണ് GT എക്സാം എഴുതുക, MCQകൾ ചെയ്യുക, ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് സാർ? അതിന്റെ ഞാൻ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ തുടങ്ങിയത് ഗ്രൗണ്ട് 0 തൊട്ട് തുടങ്ങിയ ദിവസം തന്നെ ഞാൻ MCQ സോൾവ് ചെയ്തിട്ടാണ് തുടങ്ങിയത്. നമുക്ക് ഒരു നോളജ് ഇല്ലെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് വി ക്യാൻ നോ എക്സാമിനറിന്റെ ഗോൾഡൻ ടോപ്പിക്സ് ഏതാണ്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ തെറ്റ് വരുത്തുന്നത് എവിടെയാണ്, നമ്മളെ ലെവൽ എന്താണെന്ന് അസസ് ചെയ്യാനാണ് ഇത് സാധിക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും കാലം നമ്മൾ പഠിച്ചത് essay ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ പഠിച്ചത്, വലിയൊരു ലോങ് ആൻസർ എഴുതാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, നമുക്ക് കൊടുത്ത 4 ഓപ്ഷനിൽ നമുക്ക് അത് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റണം സാർ. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ അതിൽ തുടങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് ആ ഒരു അപ്പോൾ GT കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഇനീഷ്യലി നമുക്ക് ഒന്നും അറിയണ്ടാവില്ല. പക്ഷെ അപ്പോഴും നമ്മൾ ആ GT കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഏത് ഏരിയയിലാണ് വീക്ക്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു വട്ടം തെറ്റിച്ച് പോകുന്നത് നമ്മുടെ ബ്രെയിനിൽ അത് കുറച്ചുകൂടി റെക്കോർഡ് ചെയ്ത് വെക്കും. നമ്മൾ അടുത്ത വട്ടം നമ്മൾ ഈ സാധനം നമ്മൾ തെറ്റിക്കില്ല. അപ്പൊ GTs ആ ഒരു സ്പെസിഫിക് ടൈമിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആ സ്പെസിഫിക് 3 hours ഭയങ്കര ഷാർപ്പായിരിക്കും. കാരണം നമ്മൾ എല്ലാ ദിവസവും അതേ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 12 to 12:30 ഞാൻ ആ ഒരു സെഷനിൽ ചെയ്ത തെറ്റുകളെല്ലാം ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കും. നമുക്ക് ഏത് ഏരിയ തീർച്ചയായിട്ടും ആണ് സാർ. പിന്നെ എനിക്ക് പറയാനുള്ളത് നെവർ കമ്പീറ്റ് വിത്ത് അതേഴ്സ്. നമ്മുടെ പ്രൈം ആൻഡ് ഒറിജിനൽ കോമ്പറ്റീഷൻ ഞാൻ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഇന്നലെ എങ്ങനെയായിരുന്നു അതിനെക്കാട്ടും ഒരു പടി ഇന്ന് നമ്മൾ ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ അസസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ അപ്പുറത്തിരിക്കുന്നവനോ അല്ലെങ്കിൽ അപ്പുറത്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനോ നമുക്ക് എന്ത് ഞാൻ പറയണം, ഇന്ന് 100 MCQ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ 110 MCQ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ മതി, അത് മാത്രം ചിന്തിച്ചാൽ. തീർച്ചയായിട്ടും. പക്ഷെ പലരും ആ ഒരു ഫോമോയില് കയറി, ആ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിൽ കയറിയിട്ട് അയ്യോ മറ്റവന് ഇത്ര റാങ്ക് കിട്ടുന്നുണ്ട് എനിക്ക് ഇത്രേ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ UG വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാൻ നോക്കുക, ഇതെന്തോ റാങ്കേഴ്സിന് പറ്റിയ പണിയാണ്. അതാണ് മെയിൻ. ഇപ്പൊ ഞാൻ കുറച്ച് കുട്ടികളോട് സംസാരിച്ച് അവര് പറയണ റാങ്കേഴ്സ് ആർ ഡിഫറെന്റ് ബ്രീഡ്. അല്ല, എനിക്ക് അടുത്ത ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, എങ്ങനെയാണ് UG ലൈഫ് ഉണ്ടായിരുന്നത്, PDS ലൈഫ് എങ്ങനെയാണ് കൊണ്ടുപോയിരുന്നത്? ഞാൻ UG നല്ല കളിച്ചു നടന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. പ്രത്യേകിച്ച് കൊച്ചിയാണ്, നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പൊ ഈ പറഞ്ഞ മാതിരി അവിടുത്തെ എല്ലാ അടിപൊളി സാധനങ്ങളും ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു 9 ആൺകുട്ടികളായിരുന്നു നമ്മുടെ ബാച്ചിലുള്ള. അപ്പൊ നമുക്ക് 9 പേരുടെയും ബൈക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ആ ഒരു അപ്പൊ പഠിത്തം എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇല്ലേ ഇല്ല, അത് സെക്കൻഡറി ആണ്. പ്രൈമറി ആണ് എൻജോയ്മെന്റ്. തീർച്ചയായിട്ടും എൻജോയ്. അപ്പൊ
UG ടൈമിലൊക്കെ ജസ്റ്റ് എക്സാമിന്റെ ഒരു ദിവസം മുന്നേ ബുക്ക് പക്ഷെ നമുക്ക് എന്നും നമ്മൾ സക്സസ്ഫുൾ ആയി മാറണം എന്നുള്ള ഒരു ഇന്നർ തോട്ട് നമ്മുടെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അല്ലാണ്ട് നമ്മൾ വെറും എൻജോയ്മെന്റിൽ മാത്രം പോകുന്നതിലുപരിയായിട്ട് എന്നും സൗരവിന്റെ മനസ്സിൽ എന്തായാലും ആ ഇന്നർ തോട്ട് ഉണ്ടായിട്ടുണ്ട്. ആ ധനുഷിന്റെ ആ ഒരു പടത്തിലെ ഒരു നാൾ എന്ന് പറഞ്ഞ ഡയലോഗ്, ആ ഒരു വൺ ഡേ വരും വേറെ ഞാൻ ഇട്ട എല്ലാ റിവാർഡ്സും എനിക്ക് തിരിച്ച് കിട്ടുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു സാർ. അപ്പൊ അങ്ങനെയാണ് അത് ആ ഒരു UG ടൈമിലത്തെ ലൈഫ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പറയുക. പക്ഷെ അപ്പൊ അതാ പറയാനുള്ളത്, ഒരു തിരിച്ചറിവ് ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇന്റേൺഷിപ്പില്ല സാർ. കാരണം ഇന്റേൺഷിപ്പ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആ ഒരു കോളേജിന് ക്വസ്റ്റ്യൻ മാർക്കായി തീർച്ചയായിട്ടും. കാരണം പുറത്തു വന്നു. അതെ, ഇനിയിപ്പോ അടുത്തത് എന്ത് എന്നൊരു ചോദ്യം വരുമ്പോഴാണ് നമ്മൾ ഓക്കെ ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം. ആരും വന്ന് എന്നെ സഹായിക്കാൻ പോകുന്നില്ല ഈ നീ ഇത് ചെയ്യണം അത് ചെയ്യണം. നമുക്ക് എന്താണോ അത് നമ്മൾ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ആ പറഞ്ഞ മാതിരിയാണ്. പിന്നെ ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ ഓക്കെ എന്നാൽ പിന്നെ ക്ലിനിക്ക് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. കുറച്ച് എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും നാലാൾക്കാർ അറിയണ സാധനം എന്തെങ്കിലും. കാരണം എല്ലാവരും ക്ലിനിക്കിലേക്ക് പോയി ഓപ്ഷൻസ് ഒന്നുമില്ലെങ്കിൽ ക്ലിനിക്ക് ലിമിറ്റഡ് ഓപ്ഷൻസേ ഉള്ളൂ. അപ്പോൾ കുറച്ച് അധ്വാനിച്ച് നമ്മുടെ ആയിട്ടൊരു സ്വന്തം ഐഡന്റിറ്റി ഉണ്ടാക്കണം. ഒരു നാൾ നമ്മുടെ പേര് കേൾക്കുമ്പോൾ കുറച്ച് പേര് അറിയണം എന്നൊരു ആഗ്രഹം ഉണ്ട്. ഇപ്പോ നാഷൻ മൊത്തം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൗരവ് ആരാണെന്നുള്ളതാണ് എല്ലാവരുടെയും ക്വസ്റ്റ്യൻ. പക്ഷെ അതാ പറയാനുള്ളത്. അപ്പോൾ ടോപ്പേഴ്സ് ആർ നോട്ട് ഡിഫറെന്റ് ബ്രീഡ്. അവരെ വേർതിരിക്കാനുള്ള അവരുടെ ഹാർഡ് വർക്ക് മാത്രമാണ്. അവർ എത്രത്തോളം ആ ഒരു എക്സാമിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്, എത്രത്തോളം ആ ഒരു പ്യൂർ എഫേർട്സ് അവർ അതിൽ ഇടുന്നുണ്ട്. അതാണ് നമ്മുടെ ടാർഗറ്റിന് വേണ്ടി നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് പറയില്ല സാർ. അതാണ് നമുക്ക് നമ്മളൊക്കെ പറയണായിട്ടുണ്ട്. ഞാൻ തന്നെ സ്റ്റുഡൻസിനോട് പറയണ്ടേ, നമ്മൾ നീറ്റ് എംഡിഎസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു ഫോറസ്റ്റിൽ കയറിയ പോലെ നമുക്ക് വേറെ ഒരു ചുറ്റുപാടിനോടോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോടോ ഒന്നുമില്ല. നമ്മൾ ആ പ്രാന്തിൽ ഇരുന്ന് പഠിക്കുന്നു, വട്ടാവുന്ന പോലെ അഭിനയിക്കും. ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് നിനക്ക് വട്ടാണോ? നമ്മൾ ഹോസ്റ്റലിലൊക്കെ സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്, അവർ പേരൻസ് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അത് ആക്ച്വലി ആ ഒരു സമയത്ത് നമുക്ക് ആ ലക്ഷ്യം നേടാനുള്ള പ്രാന്താണ്. നമുക്ക് നമ്മൾ തന്നെ നമ്മളെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് വെക്കും സാർ. ആ ഒറ്റൊരു പോയിന്റിലേക്ക് നമുക്ക് എത്തണം. അപ്പൊ അതിന് വേണ്ടി നമുക്ക് പല പല സോഴ്സിന് എങ്ങനെയായാലും നമ്മൾ അവിടെ എത്തും. ആ ഒരു വിശ്വാസം നമുക്ക് ആദ്യം വേണം സാർ. നോ മാറ്റർ വാട്ട് ദ സിറ്റുവേഷൻ ലുക്സ് റൈറ്റ് നൗ, പക്ഷെ ഒരു സമയത്ത് ഇതെല്ലാം വുഡ് മീൻ സംതിങ് എന്നൊരു വിശ്വാസം എനിക്ക് എല്ലാ സമയത്തും ഉണ്ടായിരുന്നു സാർ. അപ്പോൾ ഈ പറഞ്ഞ നീറ്റ് MDS 2024 എഴുതിയപ്പോൾ ഞാൻ റീകോൾ സെഷൻ കണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ ഒരു നീറ്റ് MDSൽ 198 ആണ് റാങ്ക് 2024. ഡെഫിനറ്റ്ലി ഒരു ക്ലിനിക്കൽ സീറ്റ്സ് ഇന്ത്യയിൽ എന്തായാലും കിട്ടും. എനിക്ക് തോന്നുന്നു സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു സീറ്റ് അലോട്ടഡ് ആയി. പിന്നെ എങ്ങനെയാണ് വീണ്ടും ഇനിസെറ്റ് എഴുതാനുള്ള ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് വന്നത് സാർ? അത് പറഞ്ഞ ഒരു ഭയങ്കര വലിയൊരു ട്രാജഡി തന്നെയാണ് സാർ. ആ സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ തകർന്ന ഒരു സമയമാണത്. കാരണം എനിക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ എനിക്ക് ഗവൺമെന്റ് കോളേജ് പുതുച്ചേരിയിൽ സർജറിയിൽ ക്ലിനിക്കൽ സീറ്റ് കിട്ടിയാൽ സാർ ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തു. എൻ്റെ പ്രൈം ഒബ്ജക്റ്റീവ് വൈൽ പ്രിപ്പയറിംഗ് ഫോർ നീറ്റ് MDS ആർമി ഡെന്റൽ കോർ ആയിരുന്നു സാർ. അതായിരുന്നു എൻ്റെ പ്രൈം. ഞാൻ ആ ഒരു സംഭവം എൻ്റെ റൂമിൽ ആ ഒരു സമയത്ത് വന്ന ഫുൾ സൈഡിൽ ആർമി ഡെന്റൽ കോറിന്റെ പിക്ചറും ഒരാൾ സല്യൂട്ട് അടിക്കുന്ന നിൽക്കണമായിരുന്നു എൻ്റെ ഫോണിന്റെ വാൾപേപ്പർ അടക്കം. അപ്പൊ അമ്മാതിരി പ്രാന്ത് കയറിയിട്ട് ആർമി തന്നെ കയറണം എന്നൊരു ലക്ഷ്യം ഉണ്ടായിരുന്ന ഒരാളാണ് സാർ. പക്ഷെ പിന്നെ അപ്പോൾ നീറ്റ് MDS എഴുതേണ്ട പ്രൈം ഒബ്ജക്റ്റീവ് വാസ് ആർമി ഡെന്റൽ കോർ. ഐ ഡിഡന്റ് ഹാവ് ഈവൻ എ സെക്കൻഡ് തോട്ട് കി ഞാൻ PG സീറ്റിൽ കയറണം. എനിക്ക് അതൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ആർമിയിൽ കയറണം, ആർമിയുടെ യൂണിഫോം ഇടണം, ആ ഒരു റെസ്പെക്ട് നമുക്ക് സൊസൈറ്റിയിൽ നമുക്ക് കിട്ടണം, ആ ഒരു പ്രാന്ത് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞാൽ നീറ്റ് MDS എഴുതി സെക്കൻഡ് അലോട്ട്മെന്റിൽ എനിക്ക് ഇവിടെ കിട്ടി. ആ സമയത്ത് തന്നെയാണ് ആർമി ഡെന്റൽ കോർക്കാർ എന്നെ ഇന്റർവ്യൂക്ക് വേണ്ടി വിളിക്കണം ഡൽഹിയിലേക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇനീഷ്യലി അവിടെ പോയിട്ട് ജോയിൻ ചെയ്തു പോണ്ടിച്ചേരിയിൽ സർജറി സീറ്റിൽ. കാരണം നമുക്ക് ഇത് എങ്ങാനും കിട്ടിയില്ലെങ്കിലും നമുക്കൊരു ബാക്കപ്പ് ഉണ്ടാവും എന്നൊരു കരുതൽ അന്ന് അമ്മയച്ഛൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പോണ്ടിച്ചേരി അഡ്മിഷൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ പോയി ഇന്റർവ്യൂ കൊടുത്തു. എനിക്ക് ഉള്ളിൽ തുടങ്ങുമ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ആ ഇന്റർവ്യൂ റൂമിന്റെ ഉള്ളിൽ കയറി പോകുമ്പോൾ എന്താ പറ്റിയ പറയും സാർ, എനിക്ക് ഐ വാസ് ലിമിറ്റഡ് മൈസെൽഫ്. എനിക്ക് ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത സ്ട്രെസ് നമുക്ക് ആ സമയത്ത് നമുക്ക് ഉള്ളിൽ കയറി വരും. അയ്യോ ഇതെങ്ങാനും കിട്ടിയില്ലെങ്കിൽ ആ ഒരു ഹാർട്ട് ബ്രേക്ക്. പക്ഷെ എന്തോ ആ സംഭവം മനസ്സിൽ നടക്കണോണ്ടാണോ എനിക്ക് ആ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ കയറിയപ്പോൾ എന്നെ ഫംബിൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കാല് ടേബിള് തെറ്റി, അങ്ങനത്തെ ഒരു മോശം സിറ്റുവേഷൻ ആയിരുന്നു അത്. അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ തീരുമാനിച്ചു ഇതിൽ ഇനിയിപ്പോൾ രക്ഷയില്ല. അപ്പോൾ പിന്നെ അവർ റിസൾട്ട് അനൗൺസ് ചെയ്തു. എൻ്റെ കൂട്ടത്തിലുള്ള ബാക്കി 4 പേരെ എടുത്തു. ആ ഒരു ടൈമിൽ ഐ ഫെൽറ്റ് എൻ്റെ ആ ഒരു വർഷം ഞാൻ ഇട്ടത് ഫുള്ള് വേസ്റ്റ് ആയി പോയി. ആ ഒരു ഡിജക്ഷൻ്റെ ആ ഒരു ഫുള്ള് ഫീൽ വീട്ടുകാരൊക്കെ വിളിച്ചു, വേടാ കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിലുണ്ടെങ്കിൽ ഞാൻ ഇത്ര അധ്വാനിച്ചിട്ട് എനിക്ക് ആ സാധനം കിട്ടിയില്ല. ഞാൻ ഒരു സമയത്ത് ഈ കൊച്ചിയിലെ ലൈഫ് സ്റ്റൈലിൽ കഴിയുമ്പോൾ 88 കിലോസിൽ ഉണ്ടായിരുന്ന ആൾ ഞാൻ 70 കിലോസ് വരെ റെഡ്യൂസ് ചെയ്ത് ജിമ്മിലും പോയി എല്ലാ തരയിലും നമ്മുടെ ഓക്കെ ആക്കിയിരുന്ന ഒരാളാണ്. പക്ഷെ ആ ഒരു സമയമാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി.
അപ്പോൾ പിന്നെ ശരി നമുക്ക് സർജറി തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ഡിസിഷൻ ഞാൻ ഐ ഗേവ് ഫോർ അപ്ഗ്രേഡേഷൻ. 3rd റൗണ്ടിൽ എനിക്ക് എന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് അപ്ഗ്രേഡ് ആയിട്ട് AFMC ആം ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ പൂനെയിൽ കിട്ടി. അപ്പോൾ എനിക്ക് ഡബിൾ ഹാപ്പി ആയി, കാരണം എനിക്ക് PG യും ചെയ്യാം, അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോയിനും ചെയ്യാം RB ഡെന്റൽ കോറിൽ. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന രീതിക്ക് ആ ഒരു രീതിക്കാണ് ഞാൻ അപ്രോച്ച് ചെയ്തത്. പക്ഷെ അവിടെ എത്തുമ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതം അവിടെ വേറൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിയണേ. അവിടെ ഒരു മെഡിക്കൽ ഉണ്ടാവും സർ ഇതിന്റെ മുന്നേ. ആ മെഡിക്കൽ നമ്മൾ പാസ്സായാൽ, കാരണം നമ്മൾ ഈ 3 years കോഴ്സ് കഴിഞ്ഞിട്ട് വി ആർ സപ്പോസ് ടു ജോയിൻ RB ഡെന്റൽ. അപ്പോൾ നമ്മുടെ ഫുൾ ഒരു മെഡിക്കൽ സ്കാൻ എടുക്കും. അപ്പോൾ ഞാൻ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റും ക്ലിയർ ചെയ്തു. ആകെ സർജറിയിൽ മാത്രം ഐ വാസ് ഹാവിങ് ഒരു സ്പൈനിൽ ഒരു ചെറിയൊരു ബെൻഡ് മാതിരി ഉണ്ടായിരുന്നു സർ. ബെൻഡ് അല്ല, ഒരു ആക്ച്വലി ഫ്യൂഷൻ LST. നോർമലി ബാക്കി കാര്യങ്ങൾക്ക് എനിക്ക് ഇതുവരെ ബാക്ക് പെയിനോ ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഇത് അന്ന് അറിയുമ്പോൾ ഭയങ്കര ഷോക്ക്ഡ് ആയി പോയി. ഇത് എങ്ങനെയാന്ന് പറയുമ്പോൾ അവർ വൈകുന്നേരം നമ്മുടെ അടുത്ത് പറയും, എനിക്ക് സൗരവ് ഇങ്ങനെയൊക്കെയാണ്, ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റും ക്ലിയർ ആയി, ഇതിലുകൊണ്ട് ഈ ഒരു കാരണം കൊണ്ടാണ് നിങ്ങൾ റിജക്റ്റ് ആയിരിക്കണേ. അപ്പോൾ വെൻ ഐ ഫെൽറ്റ് ഇതും നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ആ ഒരു സമയത്ത് അന്ന് എൻ്റെ കൂടെ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. എനിക്കന്ന് അവരാണെങ്കിൽ എക്സ്റേ ഒന്നും കാണിച്ചൊന്നുമില്ല ശരിക്ക്. ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് കാണിച്ചിട്ട് ഇതന്നെ ആണോ എന്ന് സംഭവം, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കളികൾ എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ജീവിതം എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണം. ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാം ഇട്ടിട്ടും എനിക്ക് 3rd റൗണ്ടിൽ എടുക്കുക ഒരു സീറ്റ് പോലും എൻ്റെ കൈ, കാരണം നമ്മൾ 3rd റൗണ്ടിൽ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ 2nd റൗണ്ടിലെ സീറ്റ് നമ്മൾ വിട്ട് കളയണം. അപ്പോൾ സർജറിയും പോയി, ഇതും കയ്യിൽ കിട്ടിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പിന്നെ അച്ഛൻ പറഞ്ഞ, എടാ കുഴപ്പമില്ല, നിനക്കൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു ലൈൻ എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. നിനക്ക് എന്തോ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ് മേ ബി 1000 times better than what you are asking now from God. ഇപ്പോൾ നീ ചോദിക്കണേക്കാട്ടും കൂടുതൽ എന്തോ അടിപൊളി സാധനം അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയം നമുക്ക് എപ്പോഴാണ് കിട്ടാന്നൊന്നും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും സർ, സമയം നമുക്ക് എപ്പോഴാണ് കിട്ടാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കിട്ടുമ്പോൾ ഞാൻ ചോദിച്ചതിനെക്കാട്ടും നിനക്ക് ദൈവം തരും. ആ ഒരു ഒറ്റൊരു വിശ്വാസത്തിലാണ് പിന്നെ ഞാൻ വീട്ടിൽ വന്ന് അന്ന് പിന്നെ എനിക്ക് ലാസ്റ്റ് ഒരു ഹോപ്പ് ഉണ്ടായ സ്ട്രേ വേക്കൻസിയിലായിരുന്നു സർ. പക്ഷെ അത് ഈ പറഞ്ഞ അതിൽ ഞാൻ എനിക്ക് 3rd റൗണ്ടിൽ സീറ്റ്, അതെ, പിന്നെ പോരാത്തന്നെ എനിക്ക് 3rd റൗണ്ടിൽ സീറ്റ് ഓൾറെഡി കിട്ടിയോണ്ട് എനിക്ക് അങ്ങോട്ട് കയറാനും പറ്റില്ല. കാരണം നോട്ടീസ് വന്നതൊക്കെ because you had got a 3rd round seat in the allotment, you won't be eligible for the stray vacancy. അതും കൂടി കണ്ടപ്പോൾ ടോട്ടലി ഹാർട്ട് ബ്രേക്ക് ആയി സർ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, this is it, now this is where your life is gonna end. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പിന്നെ എൻ്റെ അച്ഛനമ്മ ദേ വേർ ദി മെയിൻ പേഴ്സൺസ് ഹു ആർ, ബാക്കിയവർ എത്ര പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി എൻ്റെ അമ്മയച്ഛനെ അവർക്ക് എഫക്ട് ചെയ്യാം. കാരണം ഒരു 24-25 വയസ്സായിട്ടുള്ള ഒരു പയ്യൻ ഇപ്പോഴും വീട്ടിലിരുന്ന് പഠിക്കാന്ന്. കാരണം ബാക്കി എൻ്റെ സ്കൂൾ ടൈമിലുള്ള എല്ലാ ഫ്രണ്ട്സും ജോലിക്ക് കയറി, അവർ എഞ്ചിനീയറിംഗ് എടുത്ത് IT ഫീൽഡിലായാലും എല്ലാവരുടെയും കയറി. അപ്പോൾ അവരുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവുമെന്ന് എനിക്കൊരു സെക്കൻഡ് തോട്ട്. പക്ഷെ ഒരിക്കലും പോലും അവർ അത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, മോനെ നീ ക്ലിനിക്കിൽ പോ, കാശുണ്ടാക്കുക, അങ്ങനത്തെ ഒരു സംഭവം വരെ നമുക്ക് ആ ഒരു എല്ലാം ആ ഒരു ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ട് സർ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ വന്ന് എന്നോട് പറഞ്ഞേടാ കുഴപ്പമില്ല, നീ ഒന്നുകൂടി തുടങ്ങ്. അപ്പോൾ ഞാൻ എയിം ചെയ്ത് സത്യം പറഞ്ഞാൽ നീറ്റ് 2025 അന്ന് ഞാൻ വീണ്ടും ഭാട്ടിയക്കാരെ കോൺടാക്ട് ചെയ്തു, സാർ ഇങ്ങനെയൊക്കെയാണ് എന്നെ എങ്ങനെ ഒന്ന് റെഡിയാക്കി തരണം. അപ്പോൾ അന്ന് ഞാൻ പിന്നെ വീണ്ടും ഗ്രൗണ്ട് സീറോന്ന് എഗെയിൻ, കാരണം ഒരു ടൈമിൽ ഐ ഹാഡ് ഓൾ ദ സക്സസ് ദാറ്റ് ഐ എവർ വാണ്ടഡ്. നെക്സ്റ്റ് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ പിന്നെ എനിക്ക് ഒരു കയറാനുള്ള എനർജി വന്ന ഫസ്റ്റ് എൻ്റെ പാരൻസ്, സെക്കൻഡ് എൻ്റെ OGs, ഒറിജിനൽ ഗുരുസ്, നമ്മുടെ DBMCയിലെ ആൾക്കാർ. അന്ന് അവരെന്നോട് ഇപ്പോഴും പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, കുഴപ്പമില്ലടാ, ഒരു ടൈം വരും, നീ അനുഭവിച്ച കാര്യങ്ങൾ എന്നെ ലോകം അറിയും, അന്ന് നിനക്ക് മറ്റുള്ളവർക്ക് വഴി കാണിക്കാൻ ഒരു അവസരം നിനക്ക് കിട്ടും. അപ്പോൾ നീ അത് തീർച്ചയായിട്ടും പറയണം, എനിക്ക് ഇങ്ങനെയൊക്കെ ദീസ് ആർ ദി ലൂപ്പ് ഹോൾസ് ദാറ്റ് ആർ വെയിറ്റിംഗ് ഫോർ. സോ നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം എന്നൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാർ ഈ ഒരു സംഭവത്തിൽ.